ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എൻ്റെ എല്ലാ ഭക്തമക്കൾക്കും വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ സുഖവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എനിക്കിന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഗൃഹസ്ഥാശ്രമികളാണല്ലോ. ഗൃഹനാഥനും ഗൃഹനാഥയും മക്കളും എല്ലാം അടങ്ങുന്ന ഒരു കുടുംബം. ചില മക്കൾക്ക് കുട്ടിനാളിലെ ദൈവികത്തിൽ വളരുന്നവരുണ്ട്. ചിലർ വിവാഹം കഴിഞ്ഞിട്ട് ഒരു സ്വച്ഛതയായി മക്കളൊക്കെ ആകുമ്പോഴാണ് കൂടുതലും ഈശ്വരനോട്, കാരണം കുട്ടികളെ കാര്യമൊക്കെ പറഞ്ഞു പറയുമ്പോൾ അങ്ങനെയായിരിക്കും ഭക്തി വരുന്നത്. അതുകൊണ്ട് പലർക്കും പല അളവിലാണ് ഓരോരുത്തരുടെയും ഓരോ ശീലങ്ങൾ. ഈശ്വരനോടുള്ള സ്നേഹം അങ്ങനെയാണ്. അപ്പോൾ കുട്ടിനാളിലെ ഉള്ളവർക്ക് അങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഒരു കുടുംബമൊക്കെ ആയി വിവാഹം കഴിഞ്ഞിട്ടൊക്കെ ഗൃഹനാഥനും ഗൃഹനാഥയും ഈശ്വരനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഭഗവാൻ എന്താ, എല്ലാം നമുക്ക് ഇന്ന് ഭക്തന്മാരെല്ലാം പൊതുവേ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദുർജനങ്ങളെ സംസർഗം പാടില്ല ഒരു ഭക്തന്, പിന്നെ സജ്ജന സംസർഗം വേണമെന്നാണല്ലോ നമ്മൾ നമുക്കുള്ള പാഠം കുട്ടിനാളിൽ അതാണ് വേണ്ടത്. അത് പഠിച്ച് വന്നെങ്കിലേ നമുക്ക് ഈശ്വരനിലേക്ക് ഭക്തി വർദ്ധിക്കാൻ പറ്റും. കാരണം കൊള്ളരാത്ത തിന്മകൾ നമുക്ക് ഒഴിവാക്കണം, ഒരു സാത്വികനായി തീരണം. അതുകൊണ്ടാണ് നമ്മളങ്ങനെ സജ്ജന സംസർഗം വേണമെന്ന്. കാരണം ഈശ്വരൻ്റെ കഥകൾ കേൾക്കാനും ഭക്തി വർദ്ധിക്കാനുമാണ് ആ ഒരു പൊതുവേ പറയുന്നത് സജ്ജന സംസർഗമെന്ന്. എന്നാൽ നമുക്ക് ഈശ്വരൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളും ഇങ്ങനെയെല്ലാം പഠിച്ച് വരുമ്പോൾ സജ്ജന സംസർഗം കൊണ്ടേ നമുക്ക് ഭക്തി വർദ്ധിക്കും, അറിവ് കിട്ടണമല്ലോ. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേട്ട് വേണം നമുക്കങ്ങനെ ആകാൻ. ആയി വരുമ്പോൾ പല ഗഡുക്കളായിട്ട് ആദ്യത്തെ ഭക്തൻ ഇങ്ങനെ തുടങ്ങും. ഒരു മധ്യമമായിട്ടൊരു 40-45 വയസ്സിലൊക്കെ ഇങ്ങനെ തുടങ്ങി ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോൾ അതിൽ നിന്ന് മാറി വരും. അതുകൊണ്ട് അങ്ങനെ മാറി വരുമ്പോഴാണ് പിന്നെ നമുക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ ഹനിക്കാൻ, അതായത് വധിക്കാൻ നോക്കും, നിഗ്രഹിക്കും. ഒരു ഭക്തൻ പോകെ അങ്ങനെ ആകും, ഓരോ ഗഡുക്കളായിട്ട്. ആദ്യം ഇതാണ് ഭക്തി വർദ്ധിക്കുക. അത് കഴിയുമ്പോൾ പിന്നെ എല്ലാത്തിൽ നിന്നും വിരമിക്കും ഇന്ദ്രിയങ്ങളെ. കാരണം കുട്ടികളൊക്കെ ഒരുവിധം സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ എല്ലാത്തിൽ നിന്നും മുക്തനാവണമെന്ന് തോന്നുന്നത്. എല്ലാവർക്കും അല്ല, അത് എല്ലാവർക്കും ഒരുപോലെ വരത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരും അങ്ങനെ ആയാൽ പിന്നെ ലോകത്ത് ആരും കാണത്തില്ല. അതുകൊണ്ടാണല്ലോ ഭഗവാൻ പരമാത്മാവ് ത്രിഗുണം, ഈ അമ്മ മഹാമായയ്ക്ക് ത്രിഗുണം വെച്ചേക്കുന്നത് 3 ഗുണങ്ങൾ: സാത്വികവും രാജസവും താമസവും. അതുകൊണ്ട് സാത്വിക ഗുണത്തിൽ വന്ന് ജനിക്കുന്നവർക്കാണ് കൂടുതലും ഭക്തനായി മാറുക. എന്നാൽ രജോ ഗുണമുള്ളവർക്കും ഭാവിയിൽ അങ്ങനെ ആയിക്കൂടാന്നില്ല. തമോ ഗുണത്തിൽ ജനിച്ചാലും അവർക്കും സാത്വികനായി തീരാം. കാരണം അറിവ് വരുമ്പം തോന്നും, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണല്ലോ, എനിക്ക് നന്മ കൊണ്ട് നിറയ്ക്കണം, എനിക്ക് ഒരു ഭക്തനാവണം തീരുമാനിച്ചാൽ എല്ലാം ഈ തമോ ഗുണം വെച്ചാൽ ഇരുട്ടാണ്, അറിവില്ലായ്മയാണ്, അജ്ഞാനികളാണ്. അപ്പോൾ അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടാകാനും ഈശ്വരൻ സഹായിക്കുകയും ചെയ്യും. ഒരു മനുഷ്യനങ്ങ് തീരാനാവും, അങ്ങനെ ആകുകയും ചെയ്യാം, സാത്വികനായി തീരാം. സാത്വികന്മാർ എത്രയോ അധവന്മാരെ ഈ തമോ ഗുണത്തിലേക്കും വരുന്നുണ്ട്. കാരണം സജ്ജന സംസർഗം ഇല്ല, ദുർജനങ്ങളായിട്ട് സംസർഗം വന്നാൽ സാത്വികനെയും നശിപ്പിച്ച് കളയും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് സഹകരണം എപ്പോഴും സജ്ജനമായിട്ടാണ് നല്ലത്. ഒരു ദുർജനത്തിൻ്റെ കൂടെ സജ്ജനത്തിൻ്റെ കൂടെ ചേർന്നാൽ ദുർജനവും സജ്ജനമായി മാറും. അതുപോലെ തന്നെ ഒരു സജ്ജനം ദുർജനത്തിനോട് കൂടെ ചേർന്നാൽ ആ സജ്ജനവും ദുർജനമായി മാറും. അതുകൊണ്ട് സഹകരണം എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു 55 വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇന്ദ്രിയങ്ങളെയൊക്കെ നമുക്കും കുറേശ്ശെ പിൻവലിക്കണം തോന്നും. അതായത് ഉള്ളിലേക്ക് വലിയണമെന്ന് തോന്നും. പുറമേ ഒതിലോട്ടും ആഗ്രഹമില്ലാത്ത രീതിയിൽ വികാരങ്ങളെല്ലാം ഒതുക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു കാലയളവിൽ. അപ്പം ഓരോ ഭക്തർക്കും ഓരോരോ അളവ് വീതമാണ്. അതിലും പിന്നെ കഴിയുമ്പോൾ എന്താണ്, ആ നിഗ്രഹിച്ച് കഴിയുമ്പോൾ മനസ്സാകുന്ന ഇന്ദ്രിയവും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം നിഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒന്നിലും ഒരു വികാരം ഇല്ലാത്തൊരവസ്ഥയാകും. അതായത് നമ്മൾ രംഭ തിലോത്തമ നർത്തകിമാരുടെ നൃത്തം കണ്ടിട്ട് ഒരു മഹർഷിയുടെ തപസ് ഇളകാത്തയുണ്ട്. എന്താ കാരണം? സർവ്വതിനെയും നിഗ്രഹിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച് അവനെ കണ്ടുകൊണ്ടിരുന്നാലും ഉള്ളിലേക്ക് കടക്കത്തില്ല, വികാരമില്ലാത്തവൻ. അതായത് ഈശ്വരൻ വികാരമില്ലാത്തതാണ് പരമാത്മാവ്. അതുപോലെ ആയിത്തീരുകയാണ് അവസാനത്തെ നിമിഷത്തിൽ ഒരു സന്യാസിയാകുക.
അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയാറുള്ളത്. അതുവരെ നമ്മളൊരു ഭക്തനെന്നേ പറയാൻ പറ്റൂ, ഒരു സന്യാസി എന്ന് പറയാം, എല്ലാത്തിൽ നിന്നെല്ലാം വിരമിക്കുന്ന ഒരാൾ. എന്നാൽ ഇത് ഈ യഥാർത്ഥ ഒരു ഈശ്വരൻ സൽഗുണനാകുന്നത് പോലെ വികാരങ്ങളെല്ലാം അടങ്ങി ഒന്നിലേക്കും, അതൊക്കെ സുഖദുഃഖത്തിലെല്ലാം സമദൃഷ്ടിയാവും. സുഖം വന്നാലും സന്തോഷിക്കത്തില്ല, ദുഃഖം വന്നാലും ദുഃഖിക്കത്തുമില്ല, ദുഃഖത്തിൽ ദുഃഖിക്കത്തുമില്ല. സന്തോഷം വന്നാലോ സുഖം വന്നാൽ സന്തോഷവും ഇല്ലാത്തൊരു പ്രത്യേക ഒരു, കാരണം ഒന്നിലോട്ടും ഒരു വികാരമില്ലാത്തൊരു മനുഷ്യൻ. ഇപ്പോൾ ഒരു നൃത്തം കണ്ടാൽ അവിടെയും കണ്ണുകൊണ്ട് കണ്ടാലും ആ ഇന്ദ്രിയത്തിന് ആ ഒരു രസം തോന്നത്തില്ല, കാണണം, കണ്ടാൽ കൊള്ളാം എന്നൊരു ചിന്ത ഉണ്ടാകത്തില്ല. കാരണം അതെല്ലാം ഹനിച്ചു, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു. അപ്പം പലർക്കും പല അളവാണ്. ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം, പരമാത്മാവ് എന്താ പറയുക, ഈശ്വരൻ എന്ന് പറയുന്നത് ഈ നന്മയും തിന്മയും എല്ലാം ഈശ്വരങ്കിൽ നിന്ന് വന്നതാണ്. ഒന്നിനെയും ഇവിടെ വേർതിരിക്കാൻ പറ്റുകയില്ല. ഇവിടെ നന്മ ചെയ്യുന്നവരും അതായത് തിന്മ ചെയ്താലും നന്മ ചെയ്താലും, അത് സജ്ജനമായാലും ദുർജനമായാലും ഒന്നും ഈശ്വരൻ്റെതല്ലാതെ യാതൊന്നും ഇവിടെ ഇല്ല. സർവ്വതും പരമാത്മാവിൻ്റെയാണ്. ഇവിടെ എല്ലാവരും, ഇവിടെ കള്ളനെന്നോ ദുഷ്ടനെന്നോ കൊലപാതകനെന്നോ ഒന്നും പ്രത്യേകിച്ച് ഇല്ല. എല്ലാം ഈശ്വരങ്കിൽ നിന്ന് വന്നാന്നൊരു മനസ്സ് എപ്പം നമുക്കുണ്ടാകും? ഒരു സൽഗുണനാകുമ്പോൾ. ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച് യാതൊരു വികാരമില്ലാത്തൊരു സന്യാസിക്ക് ഒരു കൊലപാതകനെ കണ്ടാലും ഒരു സൽഗുണവാനെ കണ്ടാലും ഒരേ അവസ്ഥയിലായിരിക്കും ആ രണ്ടുപേരെയും ഈ യഥാർത്ഥ ഒരു മുനി മനസ്സ് കാണുന്നത്. എന്താ കാരണം? അദ്ദേഹത്തിന് വികാരങ്ങളില്ല, എല്ലാം സമഭാവന, സമചിത്തത, സമദൃഷ്ടി. അങ്ങനെ ആയി തീരുമ്പോഴാണ് യഥാർത്ഥ പരമാത്മാവാഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും പല അളവാണ്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മളൊക്കെ ഒരുവിധം 10-40 വയസ്സൊക്കെ ഉള്ളപ്പോഴാണല്ലോ, എൻ്റെ അളവിൽ ഒരു 35 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഈ ടി വി ഉണ്ടായത്. ആ സമയത്ത് എനിക്ക് ടി വി കാണുന്നത് ഇഷ്ടമല്ല. കാരണം തുടങ്ങിയ സമയത്ത് ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ 4 മണിക്കൊരു സിനിമ തുടങ്ങുമായിരുന്നു അന്ന്. അപ്പോൾ എനിക്കിവിടെ പ്രാർത്ഥനയാണ്, ഞാൻ 2-3 മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്. ഇവർ സിനിമ കാണാൻ അടുത്തുള്ളവരൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് കണ്ട അടുത്ത ഹാളിൽ ഒരു മുറിയിലിരുന്നാൽ ഇപ്പുറത്ത് ഞാനൊരു മുറിയിൽ ഭയങ്കര ആരാധനയാണ്, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥനയാണ്. പക്ഷെ മറ്റതെനിക്ക് ചെവി കേൾക്കത്തേ ഇല്ല. അങ്ങനൊരു കാലമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അത്രമാത്രം വെറുപ്പായിരുന്നു. കാരണം ഈശ്വരനോടുള്ള ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാലത്തിലും അന്നേരം തന്നെ നമുക്ക് മനസ്സിലറിയാം. കാരണം ഇന്ന് അങ്ങനെ മക്കളെ നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട. അതിൽ ഒരു കാരണം പറഞ്ഞുതരാം. ഇപ്പം ഈശ്വരൻ്റെ, ഞാനിപ്പോൾ ഷോർട്ടിലൊരു ഈ ഞുറുക്കൾ ഇടണമെന്ന് പറഞ്ഞിങ്ങനെ TV യൂട്യൂബുകാരിങ്ങനെ ഇടും. എന്തെങ്കിലും 50-40 സെക്കൻഡിനകത്ത് എന്തെങ്കിലും 1-2 വരി പാട്ടുകളോ എന്തെങ്കിലും ഇടണം. അവർ ഷോർട്ട് വേണമെന്ന് പറയാം. എന്ന് ഞാൻ എന്താ ഇടുന്നത്? അതുകൊണ്ട് ഞാൻ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ രജനി സന്ധ്യ. ഈ പാട്ട് ഇത്രയും അതിലിട്ടു. അപ്പം ഞാനത് അന്നും ഇതുപോലെ ഒരു പാട്ട് കേട്ടാൽ, നമുക്ക് TV കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇങ്ങനൊരു പാട്ട് കേട്ടാൽ നമ്മൾ സന്ധ്യേന്നൊരു പാട്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എങ്ങനെ ചിന്തിക്കണം? സന്ധ്യ സമയത്ത് ആദിത്യ ഭഗവാൻ അസ്തമിക്കുന്നതിന് മരണം എന്നാണ് പറയുന്നത്. സൂര്യൻ മരിച്ചു, അസ്തമിച്ചു. അപ്പോൾ സന്ധ്യാസമയത്ത് ഈ പ്രകൃതിയും സന്ധ്യാസമയം അങ്ങേയറ്റം ദുഃഖിക്കും, കരയും, കേഴും. എന്താ, അയ്യോ ഇനി രജനി, രാത്രിയാണല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ആ പാട്ട് കേട്ടാൽ എന്താ കുഴപ്പം? നമുക്ക് മറ്റൊരു വികാരത്തിലേക്ക് പോകേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ട, നമ്മൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് വരുന്നൊരു സമയമാണെങ്കിൽ ഈ പാട്ട് ഈ 55-60 വയസ്സിൽ നമുക്ക് കേൾക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങൾ ഇതിൽ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിൻ ദേവാലയവാതിൽ, തേടി വരുന്നു ഞാൻ. അത് നമ്മളെ ഹൃദയത്തിൽ, നമ്മുടെ ഗാത്രമാകുന്ന ഈ ക്ഷേത്രത്തിൽ, ശരീരമാണ് ഗാത്രം. അപ്പം നമ്മുടെ ശരീരത്തിൽ പരമാത്മാവ് വസിക്കുന്ന ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മഹാമായ, അതായത് ദേവി പരാശക്തി നമ്മൾ തേടുകയല്ലേ, അന്വേഷിക്കണ്ടേ? അപ്പോൾ അത് മനസ്സിൽ ചിന്തിച്ച് ആ പാട്ട് കേട്ടാൽ എന്താ കുഴപ്പം? നമ്മൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ഭക്തി വർദ്ധിക്കുമ്പോൾ ആ പാട്ടിന് ഒന്നുകൂടെ രുചി ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാ
ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിൻ ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. അത്രമാത്രം ഭക്തിയോടെ ആ പാട്ട് കേട്ടാൽ ഒരു കുഴപ്പവുമില്ല. അപ്പം എന്തുകൊണ്ടാണ് മറ്റേ രീതിയിൽ നമ്മൾ കേൾക്കുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല. അപ്പോൾ ആ വികാരത്തിലേക്ക് പോകുമ്പോൾ ലൗകികമായ ചിന്തയിൽ നിന്നെല്ലാം നമ്മൾ വിടുവിച്ച് ഈശ്വരങ്കിലേക്കുള്ള ആധ്യാത്മികത വരുന്നത് കൊണ്ടാണ് ആ പാട്ട് നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഭക്തി വരും. അല്ലെങ്കിൽ എന്തുവരും, ഒരു 55 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വിടണ്ടേ, ഈ ഈ ഭോഗസുഖങ്ങളൊക്കെ വിടണ്ടേ, അതിൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്തി വർദ്ധിച്ചെങ്കിലല്ലേ നമുക്ക് യഥാർത്ഥ ജ്ഞാനിയാവാൻ പറ്റൂ. പരമാത്മാവിനെ നമുക്ക് അങ്ങനെ ഈശ്വരനെ പോലെ നമ്മൾ ആകണ്ടേ. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോരോ അളവാണെന്ന് ഞാൻ പറയുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിനിമ തന്നെ നമ്മൾ കണ്ട്, അപ്പോഴും നമുക്ക് ഈശ്വര എല്ലാ കർമ്മവും ചെയ്യാനാ ഭഗവാൻ. ഇപ്പോൾ സിനിമാ നടന്മാർക്കും കർമ്മമുണ്ട്, അത് അവരുടെ കർമ്മമാണ്. അതിൽ കൂടി എല്ലാം ഈശ്വരനെ അർപ്പിച്ച് ചെയ്യാം ഒരു ഭക്തനാവാൻ. അപ്പോൾ എന്ത് കർമ്മവും ഇറച്ചി വെട്ടുകാരന് പോലും ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യാം, അവനും ഭക്തനാകാം. അപ്പോൾ എന്ത് ജോലി ആയാലും എന്ത് കണ്ടാലും അത് ഭഗവാൻ അർപ്പിച്ച് നമ്മൾ കാണൂ. ആ ഒരു സിനിമ നമ്മൾ കണ്ടപ്പോൾ ഒരു ദോഷവും ഇല്ല ഒരു ഭക്തന്. പക്ഷേ ഇതിൽ നിന്നെല്ലാം കടന്നു പോകും പിന്നൊരു സമയത്ത്. അതിൽ നിന്ന് മുക്തനായി വേറൊന്നിലേക്ക് കിടക്കുന്ന എന്താണ്, ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച് അവസാനം ഒരു വികാരം ഇല്ലാതെ ആര് നൃത്തം ചെയ്താലോ ആര് മുന്നിൽ വന്ന് എന്തൊക്കെ കാണിച്ചാലോ ഈ ഈ ഒരു മുമുക്ഷുവിൻ്റെ, അത് സന്യാസിയിലും കടന്ന മുമുക്ഷു ഒരു മുനിയുടെ ഹൃദയത്തിലോട്ട് ഒന്നും കയറത്തില്ല. എന്താ, ഒരു വികാരം എല്ലാം വികാരത്തിനെയും കൊന്നു നിഗ്രഹിച്ചു. അദ്ദേഹം എന്ത് കണ്ടാലും, നാടകം കണ്ടാലും സിനിമ കണ്ടാലും നൃത്തം കണ്ടാലും എന്തൊക്കെ കേട്ടാലും, ഇപ്പോൾ ആധ്യാത്മ രാമായണം വായിച്ചാലും എല്ലാത്തിലും ഒരേ ഭാവമായിരിക്കും. അത് ദൈവത്തിൻ്റെ കാര്യമാണല്ലോ. ഭാഗവതം അങ്ങനൊന്നുമില്ല. ഭാഗവതം കേട്ടാലും നാടകം കണ്ടാലും സംഗീതം കേട്ടാലും എല്ലാത്തിലും ഒരേ രീതി തന്നെയായിരിക്കും. സമഭാവനയും സമചിത്തതയും സമദൃഷ്ടിയൊക്കെയാണ്. ആരെ കണ്ടാലും ഉച്ച നീചത്വമില്ല. പാവപ്പെട്ടവനെ കണ്ടാലും പണക്കാരനെ കണ്ടാലും ഉച്ച നീചത്വമായിട്ട് ആരെയും അങ്ങനെ ഒന്നുമില്ല. ഒരു കള്ളനെ കണ്ടാലും അതായത് ദുർജനത്തിനെ കണ്ടാലും സജ്ജനത്തിനെ കണ്ടാലും അദ്ദേഹത്തിന് സമദൃഷ്ടിയായിരിക്കും. എന്താ കാരണം? ഈശ്വരനായി മാറുക, അതാണ് ഒടുക്കം വരുന്നത്. അപ്പോൾ എന്താ, അഹം ബ്രഹ്മാസ്മി, ഞാൻ പരബ്രഹ്മമായി മാറുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അങ്ങനെയായി മാറുമ്പോൾ സൽഗുണപൂർണനാണ് പരമാത്മാവ് ഈശ്വരൻ. അതുപോലെ ആകെ തീരുന്ന ഒരവസ്ഥയാണ്. അപ്പോഴെന്തുവരും, ഭഗവാൻ അങ്ങനെ വല്ല വ്യത്യാസമുണ്ട്. നന്മയും തിന്മയും എല്ലാം പരമാത്മാവിൽ നിന്ന് വന്നേക്കുന്നത് കൊണ്ട് ആ ഈശ്വരന് ഇവിടെ നല്ലതെന്തോ ചള്ളെന്തോ എല്ലാം ഒരുപോലെയേ ഉള്ളൂ. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദുഷ്ടനായാലും ഒരു സാത്വികനായാലും ഈശ്വരൻ മഴ എല്ലാവർക്കും ഒന്നുപോലെ കൊടുക്കുന്നു. അവൻ കൊലപാതകയാണോ ദുഷ്ടനാണോ നീചനാണോ എന്നൊന്നും തിരക്കാറില്ല. നദിയിലെ വെള്ളം സർവ്വപേരും അത് എടുത്ത് ഉപയോഗിക്കുന്നു, കുളിക്കുന്നു, കുടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്തെങ്കിലും ഭഗവാൻ പറയുന്നോ നീ ദുഷ്ടനാ, നീ അതിൽ കുടിക്കരുത് അല്ലെങ്കിൽ കുളിക്കരുതെന്ന് പറയുന്നില്ല. വെയിൽ, സൂര്യൻ എല്ലാവർക്കും ഉദിപ്പിക്കുന്നു. എവിടെങ്കിലും ആർക്കെങ്കിലും പക്ഷപാതം ഭഗവാൻ കാണിക്കുന്നു. വായു മൊത്തത്തിലുണ്ട്. എന്താ എല്ലാവർക്കും ഒരുപോലെ. അതെന്താ? പരമാത്മാവ് അങ്ങനെയാ. ചൈതന്യവാൻ ആനന്ദ സ്വരൂപനാണ്. ലോകം മൊത്തം വ്യാപിച്ചിരുന്ന പരമാത്മാവാണ്. ഒരു പക്ഷാഭേദവും ആരോടുമില്ല. അങ്ങനെയാണ് ഒടുക്കം ഒരു മുനി അങ്ങനെ ആയിത്തീരും. ഒരു പക്ഷാഭേദവും ആരോടും ഇല്ലാത്ത എപ്പോഴും സമഭാവനയും സമചിത്തത, സമദൃഷ്ടി. എന്ത് കണ്ടാലും ഒരേ അവസ്ഥ. സുഖത്തിലും സന്തോഷമില്ല, ദുഃഖത്തിൽ ദുഃഖവുമില്ല. ദുഃഖത്തിലും സുഖത്തിലും ഒരേ അവസ്ഥ. അങ്ങനെ ആയിത്തീരുന്നതാണ് യഥാർത്ഥമായ ഈശ്വര, ആ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു സിനിമാ ഗാനം പാടുന്ന കരുതി എല്ലാം ത്യജിച്ച് നിഗ്രഹിച്ചൊരു അങ്ങേയറ്റത്തൊരു മുമുക്ഷന് വേണമെങ്കിൽ പാടാം. ലളിതഗാനം വേണോ കേൾക്കാൻ, അദ്ദേഹത്തിന് തോന്നുന്ന കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാം. ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. കാരണം പരമാത്മാവ് ഒരു കർമ്മവും ചെയ്യുന്നില്ല, ആർക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിശ്ചലമായിരിക്കുക, ഒരു വികാരമില്ലാത്ത പരബ്രഹ്മമൂർത്തിയാണ്. അപ്പോൾ അതുപോലെയാണ് ഒരു മുമുക്ഷുവും ഒരു മുനിയും, അതായത് യഥാർത്ഥ ഒരു സന്യാസി. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്നാലോ അയാൾക്ക് കർമ്മങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം. പാടണോ, നൃത്തം ചെയ്യണോ, ചിരിക്കണോ, കളിക്കണോ, ഓടണോ, ചാടണോ, കരയണോ, ഭക്തിപരമായിട്ട് എന്തെങ്കിലും എന്തും ചെയ്യാം വേണമെങ്കിൽ. എന്നാൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല താൻ. അത് ചെയ്തെന്ന് കരുതി അയാളൊരു ലളിതഗാനം പാടിപ്പോകുന്നു അല്ലെങ്കിൽ സിനിമാ ഗാനം പാടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതൊന്നും ഇല്ല. അയാൾക്ക് തോന്നുന്നത് എന്തൊക്കെയോ പറയുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിനകത്തേക്ക് കയറിയല്ല ചെയ്യുന്നത്. എന്തെങ്കിലും കണ്ടതും കേട്ടതും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതൊന്നും വികാരം ഉണ്ടായിട്ടല്ല. എന്തും
തോന്നുന്ന അങ്ങ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ സിനിമാഗാനം പാടുന്നിരിക്കും, പക്ഷേ ഉള്ളിലോട്ടൊന്നും ആ വികാരത്തെ കൊണ്ടുവരുന്നില്ല. അതാണ് യഥാർത്ഥ ഒരു മുമുക്ഷു. എല്ലാവരും അത് ഇവിടെ പറയാം. പരമാത്മാവിൻ്റെ അവസ്ഥ, നീ നന്മ നീ തിന്മ സമസ്തവും നീ. അതായത് ഭഗവാനാണ് നീ എന്ന് പറയുന്നത്. നീ നന്മയാണ്, എന്നാലും നീ തിന്മയാണ്. എന്താ അവിടെ നിന്ന് വന്നേക്കുന്ന സത്യത്തെ എല്ലാം ഇവിടെ അങ്ങല്ലാതെ യാതൊന്നും ഇവിടെ ഇല്ല. ദുഷ്ടനെന്ന് പറഞ്ഞാലും പിന്നെ നല്ലവനെന്ന് പറഞ്ഞാലും എല്ലാം പരമാത്മാവിൻ്റെ ആവുമ്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈശ്വരന്? നീ നന്മ നീ തിന്മ സമസ്തവും നീ, സ്ഥൂലം ച സൂക്ഷ്മം ച വിഭാഗവും നീ. നീ ചേതനൻ നീ ജഡം ആകെ നീ താൻ, നീ കാലദേശസ്ഥിതി ഭേദമാവോൻ. അപ്പോൾ നീ തന്നെയാണ് നന്മയും തിന്മയും സമസ്തവും. ഇവിടെ നീ അല്ലാതെ ഒന്നും തന്നെ ഈ ലോകത്തില്ല. സർവത്തിലും, ഏത് കൊലപാതകയിലും, ഏത് ദുഷ്ടനിലും, ഏത് ബ്രാഹ്മണനിലും, സർവത്തിലും അങ്ങല്ലാതെ ഈശ്വരനല്ലാതെ മറ്റൊന്നും തന്നെ കാണുവാനില്ല. അപ്പോൾ സ്ഥൂലം ച സൂക്ഷ്മം, വലുതും ചെറുതും വിഭാഗവും എല്ലാം അങ്ങ് തന്നെയാണ്. നീ ചേതനൻ, അതായത് നീ ജീവനുള്ളവൻ. നീ ജഡം എന്നാൽ ജഡവുമാണ്. അതായത് ചേതന അചേതനൻ, ശക്തി ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെയും നീ തന്നെ, പരമാത്മാവ് തന്നെ. നീ കാലദേശസ്ഥിതി ഭേദമാവാൻ. അപ്പോൾ ഇങ്ങനെയുള്ള പരമാത്മാവിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ യഥാർത്ഥ ഒരു മുനി എന്തായി തീരും? ഒടുക്കം അതായി മാറും. നന്മയും തിന്മയും ഒന്നും അദ്ദേഹത്തിന് ബാധകമല്ല. നന്മ കണ്ടാലും തിന്മ കണ്ടാലും ഒരേ അവസ്ഥ, അത്രയേ ഉള്ളൂ. അവിടെ നീ അങ്ങോട്ട് മാറി നില്ല്, നീ ഒരു ദുഷ്ടനാ, അല്ലെങ്കിൽ നീ നന്മയുള്ള നീ ഇങ്ങോട്ട്, അങ്ങനെയുള്ള ഒരു പക്ഷാഭേദം ഒരു യഥാർത്ഥ മുമുക്ഷുവിനില്ല. അതെന്താ പറയാൻ കാരണം, ഞാൻ ഇതുപോലെ ഇങ്ങനെ ഈ എന്തോ പറഞ്ഞ സന്ധ്യയുള്ള പാട്ട് ഞുറുങ്ങായിട്ട് ഇട്ടു. അപ്പോൾ പിന്നെ എൻ്റെ ഒരു മകൾ ചോദിച്ചു, അമ്മ ഭക്തിപരമായി ഇരിക്കുന്ന ഇങ്ങനെ ഇടുമ്പോൾ അതൊക്കെ എന്തിനാ? അപ്പോൾ ഞാൻ ആ മകളോട് പറഞ്ഞു, ഞാൻ പ്രസവിച്ചൊരു മകളാ, അല്ലെങ്കിൽ സ്വന്തം മകളെ പോലെയുള്ള ആരാന്ന് അറിയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ നമ്മൾ ചിന്തിച്ചാൽ മതി. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കും. കാരണം അതിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് കഴിഞ്ഞു പോയി. എൻ്റെ ഒരു 40 വയസ്സുള്ളപ്പോൾ എനിക്കൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷേ അപ്പോഴും അന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, അത് ഈശ്വരനായി കാണൂ ആ പാട്ടിൽ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കേൾക്കുന്ന ഞാൻ മകൾക്കും അത് മനസ്സിലാക്കണം. നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഭഗവാനെ അതിലും നീയാണ്, ഒന്നും നീയല്ലാതില്ല. അപ്പോൾ എന്തെങ്കിലും മാറ്റി വെക്കാനുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? എല്ലാം ഈശ്വരാർപ്പണമായി കേൾക്കുക, ഈശ്വരാർപ്പണമായി കാണുക, ഈശ്വരാർപ്പണമായി പറയുക. ഇതാണ് പ്രവൃത്തിയും മനസ്സും വാക്കും കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വരനെ അർപ്പിച്ച് കേൾക്കുക. ഭഗവാനെ അത് നീ തന്നെയാണ്, അത് കേൾക്കുന്നതും നീ തന്നെയാണ്. കാരണം കേൾക്കുന്ന ഞാനും പറയുന്ന മറ്റതും എല്ലാം ഈശ്വരനാണെന്ന് ചിന്തിക്കുന്നവർക്ക് അജ്ഞാനം വരേണ്ട കാര്യമുണ്ടോ? ഇത്രയും എനിക്ക് പറഞ്ഞത് മക്കൾ ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ലോകത്തിൻ്റെ കിടപ്പ്. ഒരു സന്യാസിയാവാൻ പല പല ഘട്ടങ്ങളുണ്ട്. ഞാനും ആ ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. എനിക്കും ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല, എനിക്കത് ഛർദ്ദിക്കാൻ മുട്ടുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കേൾക്കുമ്പോൾ. പക്ഷേ അത് പോകെ പോകെ ഓരോ അവസ്ഥ മാറി വന്നു. ഇപ്പം എന്ത് വന്നു? വെറും പൊടി കുഞ്ഞുങ്ങൾക്ക് നല്ലതും ചെള്ളം തിരിച്ചറിയാൻ പറ്റുമോ? അതുപോലുള്ള അവസ്ഥ. അതാണ് ഒരു മുമുക്ഷു. അവർ ചിലപ്പം കുഞ്ഞുങ്ങളെങ്കിലൊക്കെ ചിലപ്പം പാട്ട് പാടും, ചിലപ്പം കരയും, ചിലപ്പം കൂവും, ചിലപ്പോൾ ഓടും ചാടും കളിക്കും, തോന്നുന്ന ഗോഷ്ഠികളൊക്കെ കാണിക്കും. അതാണ് യഥാർത്ഥ ഒരു മുമുക്ഷുവും ഒടുക്കം അങ്ങനെയാവും. കാരണം കുഞ്ഞുങ്ങൾക്ക് അജ്ഞാനമില്ല. അവർ കൈ കിട്ടുന്ന പാമ്പിനെ പോലും എടുത്ത് കടിക്കുന്നുണ്ട്, എന്താ അറിഞ്ഞൂടാ. അതുപോലെ ഒരു മുമുക്ഷും, അവർക്ക് അജ്ഞാനമില്ല. എന്ത് കൈ കിട്ടിയാലും ഒന്നിനെയും ഭേദമാക്കി വെക്കത്തില്ല. എല്ലാം ഒരേപോലെ ഒരേ ദൃഷ്ടിയിൽ കാണുന്നതുകൊണ്ട് അജ്ഞാനമില്ലാതെ. ഒരു കുഞ്ഞിന് എന്ത് അജ്ഞാനമുള്ള? അവർ തീട്ടം പോലും കൈകൊണ്ടെടുത്താൽ അവർക്ക് അറിയില്ലല്ലോ. അതുതന്നെ ഒരു മുമുക്ഷുനും. കാരണം വികാരങ്ങളെല്ലാം വധിച്ച് നിഗ്രഹിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടങ്ങളാണ്. ഇതെനിക്ക് പറഞ്ഞു തരണം തോന്നിയത്. എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. എനിക്കും അറിയില്ല, ഞാനിങ്ങനെ ഊഹിച്ച് അതെനിക്ക് ഇങ്ങനൊരു സാഹചര്യം കിട്ടുകൊണ്ടത് പറയാം, അല്ലെ ഞാൻ അറിയത്തില്ല പറയണമെന്ന്. അപ്പോൾ ഇങ്ങനൊരു പാട്ട് ഞാൻ ഇപ്പോൾ അത് ഒരു മകൾ കേട്ടിട്ട് പറഞ്ഞു, അമ്മ അങ്ങനെയുള്ള പാട്ട് ദൈവികത്തിൽ അതെന്താ? അപ്പോൾ ഞാനിത് മറുപടി പറഞ്ഞും കൊടുത്തു. പക്ഷേ ഒന്നും കൂടെ കാരണം ഇത് കേൾക്കുന്ന എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം. നമുക്ക് അജ്ഞാനം മാറുമ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അതെന്താ, എല്ലാത്തിലും ഒരേ ദൃഷ്ടിയോട് കാണാൻ ശ്രമിച്ച അങ്ങേയറ്റം ഒരു മുമുക്ഷുവിന് മാത്രമേ അങ്ങനെ കാണാൻ കഴിയത്തുള്ളൂ. അതാണ് സമഭാവന, സമചിത്തത. എല്ലാവരിലും ഒരേ ദൃഷ്ടി, സമദൃഷ്ടി. എന്ത് കണ്ടാലും സമദൃഷ്ടി. ദുഃഖത്തിൽ വിഷമവും തോന്നത്തില്ല, സുഖം വന്നാൽ സന്തോഷവും അനുഭവിക്കില്ല. എല്ലായ്പ്പോഴും ഒന്നുമുള്ള അവസ്ഥയായി വരണം. അങ്ങനെ ആയി വരുമ്പോൾ പിന്നെ നമ്മളും
അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഈശ്വരനായിട്ട് അത് തന്നെയാണ്. പിന്നെ അതിനാണ് അങ്ങനെ ഇത് പഠിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇനി എന്തെങ്കിലും പറയാം? അപ്പം എന്താ എന്നിട്ട് ഇനിയുണ്ട്. നീ നന്മ നീ തിന്മ നീ താൻ ഗുണങ്ങൾ. അപ്പം ഇവിടെ ഈ ഗുണങ്ങൾ പരമാത്മാവിന് നിർഗുണമൂർത്തിക്ക് ഗുണങ്ങളില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മായ ദേവി ഭഗവതിക്കാണ് ഗുണങ്ങൾ. അത് ആരുടെ ഗുണങ്ങളാ? ഈശ്വരൻ്റെ പരമാത്മാവിൻ്റെ ഗുണങ്ങളാണ് അമ്മയ്ക്ക് കൊടുത്തേക്കുന്ന പ്രകൃതിക്ക്. അപ്പോൾ നീ നന്മ നീ തിന്മ നീ താൻ ഗുണങ്ങൾ, നീ താൻ സുഖം ദുഃഖമാകുന്നതും നീ. അപ്പോൾ ഇവിടെ സുഖദുഃഖങ്ങൾ ആരാണ്? എല്ലാം പരമാത്മാവാണ്. നീ സൂനു. അപ്പോൾ പരമാത്മാവ് ഒരു സൂനു, ഒരു കുഞ്ഞാണ്, ഒരു കുട്ടിയാണ്. നീ താത, അച്ഛനാണ്. അത്രയോ ബദ്ധൻ. അപ്പോൾ അത് ബദ്ധനുമാണ്. നിസ്സംഗ ആനന്ദപൂർണൻ. ഒന്നിനും സംഘമില്ലാത്തവനാണ് പരമാത്മാവ്. അത് നിസ്സംഗൻ, സംഘമില്ല, ആരോടും ചേർച്ചയില്ല, വികാരമില്ലാത്തവൻ, ആനന്ദപൂർണൻ. അപ്പം പരമാത്മാവ് ആനന്ദമാണ്. എന്നാൽ സ്വതന്ത്രനുമാണ്, എപ്പോഴും സ്വതന്ത്രനാണ്, ആരോടും ഒരു ചേർച്ചയില്ല. അങ്ങനെയുള്ള ചൈതന്യമൂർത്തിയായിരിക്കുന്ന ആ ആനന്ദ സ്വരൂപനാണ് ഈ പരമാത്മാവ്. അങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ പഠിക്കാനുണ്ട്. തോനെ സമയം പോക്കണ്ടെന്ന് ഓർത്ത് നമുക്ക് ഇനി അടുത്തതിലാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓരോ ഘട്ടങ്ങളിലും ഓരോ പാഠങ്ങളാണ്. 1-ാം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിൽ കയറുന്നത് പോലെ ഒന്നിലെ പാഠങ്ങളുടെ കുറച്ചൊക്കെ 2-ാം ക്ലാസ്സിലേക്ക് കാണും. അപ്പോൾ 2-ാം ക്ലാസ് കഴിഞ്ഞ് 3-ാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ എന്തായി വരും? 2-ലെ അല്പം അവസാനം പഠിച്ച കുറച്ച് ഭാഗം കൂടെ ചേർത്ത് 3-ലേക്ക് കയറും. ഇങ്ങനെയാണ് നമ്മുടെ ആധ്യാത്മികം. എല്ലാം അങ്ങനെയാണ്. ഓരോ ഘട്ടങ്ങളായിട്ട് ഓരോ രീതിയാണ്. ഓരോ സമയങ്ങളിലും അങ്ങനെയാണ് പഠിച്ച് വരുന്നത് ഞാൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.